ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ ഒരു ഓവർവ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു സമ്മറി എന്ന് പറയാം. അപ്പോൾ ഓരോ അധ്യായത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു പോകുന്നതാണ് സമ്മറി. അപ്പോൾ 18 ആഴ്ച കൊണ്ട് നമുക്ക് 18 അധ്യായങ്ങളും നമുക്ക് പൂർത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് വിശദമായിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിലെ കുറച്ച് ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അധ്യായം 1 ഒരു രംഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണമാണ്. അതായത് എന്തൊക്കെ രീതികളിലാണ് സൈന്യം സജ്ജമായി കൊണ്ടിരിക്കുന്നത് എന്ന് രണ്ടു കൂട്ടരും നോക്കിക്കാണുന്ന ഒരു രംഗമാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. ധൃതരാഷ്ട്രർ ഇരിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായമാണിത്. കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം. ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമക പാണ്ഡവശ്ചൈവ കിം അകുർവദ സഞ്ജയ. ധൃതരാഷ്ട്രർ പറഞ്ഞു. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇത് യുദ്ധക്കളത്തിലാണ് രണ്ടു കൂട്ടരും നിൽക്കുന്നത്. അതായത് കൗരവരും പാണ്ഡവരും വന്നിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ്. അവിടെ യുദ്ധഭൂമിയിൽ വന്നിരിക്കുന്നത് യുദ്ധം ചെയ്യാനാണ് അല്ലേ, വേറെ ഒന്നിനുമല്ല യുദ്ധഭൂമിയിൽ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ധൃതരാഷ്ട്രർക്ക് എല്ലാ കാര്യങ്ങളും മുന്നേ അറിയുന്ന ആളാണ് അല്ലേ. പാണ്ഡുവിൻ്റെ മക്കളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ രാജ്യത്തെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും അറിവുള്ള ധൃതരാഷ്ട്രരാണ് ഈ ചോദ്യം സഞ്ജയനോട് ചോദിക്കുന്നത്. എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് അറിവില്ലായ്മ കൊണ്ടല്ല ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത്. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ധൃതരാഷ്ട്രർ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുന്നോടിയായിട്ട് ആചാര്യന്മാർ പറയുന്നത്. 1, ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ധൃതരാഷ്ട്രർക്ക് നല്ല പോലെ അറിയാം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് കുരുക്ഷേത്ര ഭൂമി ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധഭൂമി സ്മരണാതീത കാലം മുതൽക്കേ തീർത്ഥാടകരുടെ പുണ്യസ്ഥലമായിട്ട് അറിയപ്പെട്ടിരുന്നതാണ്. മാത്രമല്ല, ദേവതമാർ ആരാധനയ്ക്കായി തിരഞ്ഞെടുത്തിരുന്ന സ്ഥലമായിരുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമി. അപ്പോൾ അത്രയും പ്രത്യേകതകൾ അല്ലെ. ധർമ്മക്ഷേത്രം എന്നാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ മറ്റൊരു പേര്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമി ധർമ്മത്തിന്റെ വിളനിലമായിരിക്കും എന്ന്
ധൃതരാഷ്ട്രക്ക് നല്ലപോലെ അറിയാം. ധർമ്മത്തിന്റെ വിളനിലം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ധർമ്മമേ അവിടെ ജയിക്കൂ എന്ന് ധൃതരാഷ്ട്രക്ക് നല്ല ബോധ്യമുണ്ട് അല്ലെ. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അലട്ടുകയാണ്. അതായത് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ സ്വാധീനം മൂലം രണ്ടു കൂട്ടരും ഒത്തുതീർപ്പിന് ശ്രമിച്ചേക്കുമോ എന്ന ഒരാശങ്ക അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ പുണ്യഭൂമിയിൽ അല്ലെങ്കിൽ ഈ ധർമ്മഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് പാണ്ഡവർക്ക് അനുകൂലമായിരിക്കുമോ വിജയം എന്നൊരു ഭയം അദ്ദേഹത്തിന് അലട്ടുന്നുണ്ട്. പിന്നെ ഈ പരിശുദ്ധ ഭൂമിയുടെ സ്വാധീനം കണക്കിലെടുത്ത് ഇവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാം എന്ന് പാണ്ഡവർ ചിന്തിച്ചേക്കുമോ, അതുമൂലം അവർ യുദ്ധം വേണ്ടെന്ന് വെച്ചേക്കുമോ എന്നൊരു ശുഭപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അലട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കിം അകുർവത സഞ്ജയ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് എന്താണ്? മാമക പാണ്ഡവശ്ചൈവ എന്നാ പറയുന്നത്. മാമക എന്ന് വെച്ചാൽ ആരാണ്? എൻ്റെ മക്കൾ അല്ലേ. പാണ്ഡവർ എന്ന് വെച്ചാൽ പാണ്ഡുവിന്റെ പുത്രര്. അപ്പോൾ യഥാർത്ഥത്തില് കൗരവർ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന് താഴെ ഈ കൗരവരും അല്ലെങ്കിൽ ധൃതരാഷ്ട്രപുത്രന്മാരും പാണ്ഡുവിന്റെ പുത്രന്മാരും കൂടി അടങ്ങുന്നതാണ് കൗരവർ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു കൂട്ടം. പക്ഷേ ധൃതരാഷ്ട്രർക്ക് അന്ധമായിട്ടുള്ള പുത്രസ്നേഹം അല്ലെങ്കിൽ ധൃതരാഷ്ട്രരുടെ ആ വേർതിരിവ് വെച്ചിട്ട് എപ്പോഴും തൻ്റെ മക്കളെ കൗരവരെന്നും പാണ്ഡുവിന്റെ പുത്രരെ പാണ്ഡവരെന്നും വിളിക്കാനാണ് ധൃതരാഷ്ട്രർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രർക്കുള്ള അതേ വേർതിരിവ് തന്നെയാണ് തൻ്റെ മക്കളായിട്ടുള്ള ദുര്യോധനനും ദുശാസനനും പോലെയുള്ള ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മക്കളെ നേർവഴിക്ക് നയിക്കാനായിട്ട് പ്രാപ്തിയുള്ളവരായിരിക്കണം മാതാപിതാക്കൾ അല്ലേ. പ്രത്യേകിച്ചും ഭഗവാനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് മക്കൾക്ക് ബോധവാന്മാരാക്കി കൊടുക്കുന്ന ആളുകളെയാണ് യഥാർത്ഥ മാതാപിതാക്കളായിട്ട് ശ്രീമദ് ഭാഗവതം വിശേഷിപ്പിക്കുന്നത്. ഗുരുവിന സസ്യാത്ന പിതാന സസ്യാത്ന മാതാന സസ്യാജ് എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം തന്നെ ഭാഗവത്തിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് പരമദിവ്യോത്തമ പുരുഷന്റെ സേവനങ്ങളെക്കുറിച്ചും പരമദിവ്യോത്തമ പുരുഷന്റെ മഹിമകളെക്കുറിച്ചും പരമദിവ്യോത്തമ പുരുഷന്റെ ധാമത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങളെക്കുറിച്ചും തൻ്റെ മക്കൾക്കോ തൻ്റെ ശിഷ്യന്മാർക്കോ തൻ്റെ രാജ്യത്തിലെ പ്രജകൾക്കോ പകർന്നു കൊടുക്കാത്ത ഒരു രാജാവല്ല, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരു ഗുരു ആ സ്ഥാനത്തിന് അർഹനല്ല, തൻ്റെ മക്കളെ ഭഗവാന്റെ പാത കാണിച്ചു കൊടുക്കാത്ത മാതാപിതാക്കൾ യഥാർത്ഥ മാതാവോ പിതാവോ ആയിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രർ ഒരിക്കലും തൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയോ അവർക്ക് നന്മയുടെ പാത പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നാം ഈ കുരുക്ഷേത്ര യുദ്ധഭൂമി വരെ എത്തി നിൽക്കുന്ന സംഗതികളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ സ്കന്ധത്തിലെ ഭാഗവത്തിലെ 8-ാമത്തെ അധ്യായത്തില് കുന്തി സ്തുതികളുണ്ട്. അപ്പൊ അവിടെ കുന്തി മാതാവ് ഭഗവാനോട് പറയുന്നുണ്ട് അല്ലെ, വിഷാൻ മഹാത്മേ പുരുഷാദ ദർശന അസത് സഭായാം വനവാസ കൃച്ഛത എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പാണ്ഡവരും കുന്തി ദേവിയും അനുഭവിച്ചത് കൗരവർ മൂലം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും അവർ ആരെയും കുറ്റപ്പെടുത്തിയില്ല അല്ലെ, അവരെ ഭഗവാനെ മാത്രം അഭയം പ്രാപിക്കാനുണ്ടായത്. വിഷാൻ മഹാത്മെ അല്ലെ, അവർക്ക് വിഷം കൊടുത്തു. പിന്നെ അവരെ അസത് സഭായ അവരുടെ മരുമകളെ അല്ലെങ്കിൽ പുത്രവധുവിനെ സഭയിലേക്ക് വലിച്ചിഴച്ച് വസ്ത്രാക്ഷേപം ചെയ്തു അല്ലെ. എത്ര വലിയ നാണക്കേടാണ് വരുത്തി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയും മക്കളെയും അഗ്നിക്കിരയാക്കാനായിട്ട് അരക്കില്ലത്തിലിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതും കൂടാതെ അവർക്ക് വനവാസം കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച ആൾക്കാരാണ് ഈ കൗരവര് അല്ലെ. എന്നിട്ടും കുന്തി ദേവി ഒരിക്കലും ഒരു പക്ഷാഭേദവും കൗരവരോട് കാണിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, പാണ്ഡുവിന്റെ മരണശേഷം ആ ചിതയിൽ ചാടി മാദ്രി ജീവൻ ഒടുക്കുമ്പോൾ ആ 2 മക്കളെ കൂടി, നകുലനെയും സഹദേവനെയും കൂടി
സ്വന്തം മക്കളുടെ കൂട്ടത്തിലേക്ക് കുന്തി ദേവി ചേർക്കുകയും അവരോട് യാതൊരു വേർതിരിവും കാണിക്കാതെ അവരെ തൻ്റെ മക്കളെ പോലെ തന്നെ പരിപാലിക്കുകയും ചെയ്ത ആളാണ് കുന്തി ദേവി അല്ലെ. പക്ഷെ ധൃതരാഷ്ട്രർ നോക്കൂ, ധൃതരാഷ്ട്രർ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം പാണ്ഡവരെ തന്നിൽ നിന്ന് വേറിട്ട് കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് അല്ലെ. ധൃതരാഷ്ട്രരും കുന്തി ദേവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുന്തി ദേവി ഭഗവാന്റെ പരിശുദ്ധ ഭക്തയാണ് അല്ലെ. ധൃതരാഷ്ട്രർക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ധൃതരാഷ്ട്രർ ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുകയാണ്, എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രഭുപാദ നമുക്ക് വലിയൊരു ഭാവാർത്ഥം തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെ കുറിച്ചിട്ടാണ് ആദ്യമേ തന്നെ പറയുന്നത് അല്ലേ. അപ്പോൾ ഭഗവത്ഗീത അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഭഗവത്ഗീതയുടെ അവതാരികയിൽ ശ്രീ ശങ്കരാചാര്യൽ രചിക്കപ്പെട്ട ഭഗവത്ഗീതയുടെ മഹാത്മ്യങ്ങളെ കുറിച്ചിട്ടുള്ള വർണ്ണനയുണ്ട് അല്ലേ. അവിടെ അവസാനത്തെ ഭഗവത്ഗീത മഹാത്മ്യത്തിൽ എന്താ പറയുന്നത്? ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവകി പുത്ര ഏവ എന്നാ പറയുന്നത് അല്ലെ. അവിടെ പറയാണ് ലോകത്തിന് പൊതുവായിട്ടുള്ള ഏക ഒരു ധർമ്മഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ, അതാണ് ഭഗവത്ഗീത അല്ലെ. ഭഗവത്ഗീത എന്നാൽ എന്താണ്? ഭഗവാന്റെ വാക്കുകളാണ്. അതുകൊണ്ടാണ് അതിനെ ഭഗവത്ഗീത എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോ ഈ ഗീതാ മഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെ ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം അല്ലെ, ഒരേ ഒരു ശാസ്ത്രം അത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ദേവകി പുത്രൻ. അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു പ്രാധാന്യം നാം മനസ്സിലാക്കണം എന്നാണ് ഇവിടെ പ്രഭുപാദ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നാം എങ്ങനെ ഭഗവത്ഗീത പഠിക്കണം എന്നുകൂടി പ്രഭുപാദ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. സ്വാർത്ഥമോഹങ്ങൾ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള പ്രചോദനങ്ങൾ ഒന്നുമില്ലാത്ത ഒരാളിൽ നിന്ന് നാം ഭഗവത്ഗീത കേൾക്കണം, പഠിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഭഗവത്ഗീത നാം എങ്ങനെ സ്വീകരിക്കണം അല്ലെങ്കിൽ അത് എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള വഴി ഭഗവത്ഗീതയിൽ തന്നെ ഉണ്ട് അല്ലെ. ആർക്കാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്? അർജുനനാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത് അല്ലെ. ഭഗവാൻ 4-ാമത്തെ അധ്യായത്തില് ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? എന്തിനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്ന് ഭഗവാൻ അവിടെ അർജുനനോട് പറയുന്നുണ്ട് അല്ലെ. ഈ നമുക്ക് നോക്കിയാൽ അറിയാം, പാണ്ഡവരിൽ തന്നെ മറ്റുള്ള 4 പേരുണ്ടായിരുന്നു അല്ലെ. അവരിൽ ആരെയെങ്കിലും ഒരാളെ ഭഗവത്ഗീത പറയാനായിട്ട് ഭഗവാനെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? പാണ്ഡവരോട് ഇത്ര സ്നേഹമുള്ള സ്ഥിതിക്ക് അല്ലെ. അല്ലെങ്കിൽ എത്രയോ ആളുകള് ഭഗവാന്റെ ആ ഭഗവത്ഗീത ഉപദേശിക്കുമ്പോൾ അർജുനന് സമകാലീനായിട്ട് അവിടെ ഉണ്ടായിരുന്നു, ഉദ്ധവരുണ്ടായിരുന്നു അല്ലെ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അർജുനനെ തിരഞ്ഞെടുക്കുന്നത്? ഭഗവാൻ പറയുന്നു അല്ലെ, നീ എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഭക്തനാണ്, മാത്രമല്ല എന്നിൽ അസൂയയില്ലാത്തവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുനന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനോട് തെല്ലും അസൂയയില്ല, അനസൂയവേ എന്നാണ് അർജുനനെ ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനോട് അസൂയയില്ലാത്തവരായിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അർജുനനെ പോലെ ആവണം നാം ഭഗവത്ഗീത പഠിക്കാനായിട്ട് തയ്യാറെടുക്കേണ്ടത് അല്ലെ. അർജുനനെ പോലെ ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനോട് 5 രസങ്ങളിൽ ഏതെങ്കിലും ഒരു രസത്തിൽ ഭഗവാനോട് നാം എന്താ പറയുക അടുപ്പം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമുക്ക് ഭഗവാനോടുള്ള ബന്ധം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഭഗവാനെ നാം തത്വത്തിലെങ്കിലും അംഗീകരിക്കണം എന്നാണ് പ്രഭുപാദ പറയുന്നത് അല്ലെ. ഭഗവാനെ നാം പരമദിവ്യോത്തമ പുരുഷനായിട്ട് മുഴുവനായിട്ടും നാം സ്വീകരിക്കുകയോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് നാം അംഗീകരിക്കണം എന്നാണ് ശ്രീല പ്രഭുപാദ പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവത്ഗീത പഠിക്കാനുള്ള യോഗ്യതയുള്ളൂ എന്നാണ് പ്രഭുപാദ പറയുന്നത്. അപ്പോൾ അർജുനനിലൂടെ അല്ലെങ്കിൽ അർജുനനെ പോലെ ആവണം നാം ഭഗവത്ഗീത പഠിക്കേണ്ടത് എന്ന് പ്രഭുപാദ പറയുന്നുണ്ട് ഭഗവത്ഗീത അവതാരികയിൽ അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അർജുനൻ സ്വീകരിക്കുന്ന വഴി തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം അല്ലെ. അർജുനൻ 10-ാമത്തെ അധ്യായത്തില് ഭഗവാനോട് പറയുന്നുണ്ട് അല്ലെ, അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രവീഷിമേ അല്ലെ എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പവിത്രം പരമം ഭവാൻ എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രവീഷിമേ എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് അസിതൻ ദേവലൻ വ്യാസൻ തുടങ്ങിയ
ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ അങ്ങ് തന്നെ സ്വയം ചെയ്വ പ്രവീക്ഷ്യമേ, ഇപ്പം അങ്ങ് തന്നെ എന്നോട് അങ്ങയെക്കുറിച്ചിട്ട് വെളിവാക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ എൻ്റെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പം അർജുനൻ പിന്തുടർന്നു വന്ന പാത എന്ന് പറയുന്നത് ഗുരുശിഷ്യ പരമ്പരയിലൂടെ വരുന്ന പാതയാണ്. അതാണ് നമ്മളും തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നാം ഭഗവത്ഗീത മനസ്സിലാക്കേണ്ടത്. ഗുരുശിഷ്യ പരമ്പരയിലൂടെ എങ്ങനെയാണോ ഭഗവത്ഗീത കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നത് അതേപോലെ തന്നെ നാം അതിനെ യഥാരൂപം സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ പുസ്തകത്തിന്റെ പുറത്ത് ഭഗവത്ഗീത യഥാരൂപം എന്ന് എഴുതി ചേർത്തിരിക്കുന്നത് അല്ലെ. ഇത് ഭഗവാൻ പറയുന്ന വാക്കുകളാണ്. അതേപോലെ തന്നെയാണ് നമ്മളിലേക്ക് ശ്രീല പ്രഭുപാദർ എത്തിച്ചിരിക്കുന്നത്. അതിലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള യാതൊന്നും തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു പരിശുദ്ധ ഭക്തന്റെ ഉപദേശങ്ങളിലൂടെ വേണം നാം, അദ്ദേഹത്തിന്റെ വഴികളിലൂടെ വേണം നാം ഭഗവത്ഗീതയിലൂടെ സഞ്ചരിക്കാൻ, ഭഗവത്ഗീത പഠിക്കുവാൻ എന്നാണ് ശ്രീല പ്രഭുപാദ പറയുന്നത്. ഇപ്പോൾ മറ്റൊന്നിലും കാണാത്ത പല പ്രത്യേകതകളും നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കും അല്ലേ. ഭഗവത്ഗീത ഇനി മുന്നോട്ട് പോകും തോറും ശ്രീല പ്രഭുപാദ ഒരുപാട് ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഭാവാർത്ഥങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ പല ശാസ്ത്രങ്ങളിലും കാണുന്നതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പലതും നമ്മൾ തേടിപ്പോവേണ്ട ആവശ്യമില്ല. നാം ഭഗവത്ഗീത പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. കാരണം ഇത് പരമദിവ്യോത്തമ പുരുഷൻ സ്വയം അരുളി ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ അവബോധം എന്ന് പറയുന്നത് എപ്പോഴും മലിനമായിട്ടുള്ള അവബോധമാണ് അല്ലേ. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മളെപ്പോഴും ഭൗതികതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ മലിനമായിട്ടുള്ള നമ്മുടെ അവബോധത്തെ അല്ലെങ്കിൽ പ്രജ്ഞയെ ശുദ്ധീകരിക്കാനാണ് ഭഗവത്ഗീത നമ്മളെ സഹായിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ ബോധമുള്ളപ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികളാണ് അല്ലേ. ആ പ്രവൃത്തികൾ നമുക്ക് സന്തോഷം നൽകും, നമുക്ക് സമാധാനം നൽകും. അപ്പോൾ എന്ന് കരുതി നമ്മളുടെ എല്ലാ പ്രവൃത്തികളും സന്തോഷം നൽകണമെന്നില്ല അല്ലേ. എന്ന് കരുതി നമ്മുടെ ആ സന്തോഷം നൽകാത്ത പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ നമുക്ക് സന്തോഷം നൽകാത്ത പ്രവൃത്തികളെയും സന്തോഷം നൽകുന്ന രീതിയിൽ പരമദിവ്യോത്തമ പുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മുടെ ആ പ്രവൃത്തികളെ നമ്മൾ പരിശുദ്ധമാക്കുന്നതിനെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. ഭക്തി എന്നാൽ വെറുതെ കുറച്ച് പ്രാർത്ഥനകൾ ഉരുവിടുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദക്ഷിണം നടത്തുന്നതോ അല്ല ഭക്തി എന്ന് പറയുന്നത് അല്ലേ. ഭക്തി എന്നാൽ എന്താണ്? ഭക്തിയുത സേവനമാണ്. നാം ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഓരോ സേവനങ്ങളും ഭഗവത് സേവനങ്ങളായിട്ട് കണക്കാക്കുകയും അതിന് ഭഗവാൻ നമുക്ക് ഫലം തരികയും ചെയ്യും. ഇപ്പോൾ നാം ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നാൽ നമുക്ക് കുറച്ച് നേരത്തേക്കൊക്കെ ഒരു സ്വസ്ഥത അല്ലെ, മനസ്സിനൊരു സന്തോഷമൊക്കെ അനുഭവപ്പെടും. അത് കുറച്ച് കഴിയുമ്പോൾ നാം മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി അത് പതിയെ നമ്മളിൽ നിന്ന് കുറഞ്ഞു വരും. പിന്നെ നമ്മൾ ചിലപ്പോൾ അടുത്ത ആഴ്ചയിലൊരു ദിവസമായിരിക്കും ഇതുപോലെ അമ്പലത്തിൽ പോകാനായിട്ട് സമയം കണ്ടെത്തുന്നത് അല്ലേ. ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും വരും. പക്ഷേ നാം ദിവസവും ചെയ്യുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടി ചെയ്താൽ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടിയ ആ കുറച്ച് സന്തോഷം നമ്മുടെ ജീവിതത്തിലെ ആ സമയം അത്രയും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം നാം ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് ഭഗവാന് വേണ്ടി ആകുമ്പോൾ നമുക്ക് ആ ഓരോ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് സന്തോഷം ലഭ്യമാകും. അപ്പോൾ അതിനല്ലേ നാം കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നമുക്ക് പരിശുദ്ധമാക്കാൻ പറ്റും. ആ പരിശുദ്ധമാക്കപ്പെട്ട പ്രവൃത്തികളിൽ നിന്നെല്ലാം നമുക്ക് സന്തോഷവും സംതൃപ്തിയും സമാധാനവും അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാം ഭൗതികതയാൽ നാം മലിനരാക്കപ്പെട്ട് ഇരിക്കുന്ന ആളുകളാണ് അല്ലേ. ഇപ്പം നമ്മളുടെ ഭൗതിക അസ്തിത്വമാണ് നമ്മളെ ഈ കുരുക്കിലെല്ലാം പെടുത്തിയിരിക്കുന്നത്. ആ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു അസ്തിത്വത്തിലേക്ക് മാറാൻ സാധിക്കണം. അതിനാണ് ഭഗവത്ഗീത ഭഗവാൻ അരുളി ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഭൗതിക അസ്തിത്വം എന്ന അവിദ്യയിൽ നിന്ന് മാനവ സമുദായത്തെ മോചിപ്പിക്കുകയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ
ഇവിടുത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഭഗവത്ഗീത ഉപദേശിക്കപ്പെടാൻ പോവുകയാണ് അല്ലെ. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് അതിനു വേണ്ടിയിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആളുകൾ പലരും പറയും ഭഗവത്ഗീത വീട്ടിൽ വെക്കാനായിട്ട് അവർക്ക് ഭയമാണ്. കാരണം യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത്. അപ്പോൾ ഭഗവത്ഗീത വീട്ടിൽ വെച്ചാൽ അവിടെ കുരുക്ഷേത്ര യുദ്ധം പോലത്തെ യുദ്ധം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അല്ലെ. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. കാരണം ഒരു വീട്ടില് വഴക്കുണ്ടാകണമെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ വിചാരിക്കുമ്പോഴാണ് വഴക്കുണ്ടാകുന്നത് അല്ലെ. അല്ലാതെ ഭഗവത്ഗീത അവിടെ വെച്ചത് കൊണ്ട് മാത്രം ഒരു വീട്ടിൽ ഒരിക്കലും വഴക്കുണ്ടാകില്ല. മാത്രമല്ല വഴക്കുണ്ടാകാൻ വേണ്ടിയല്ല ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത്. അപ്പൊ അർജുനന്റെ അവസ്ഥ എന്തായിരുന്നു? അർജുനൻ തന്റെ കടമ വിസ്മരിച്ചപ്പോൾ അല്ലെ, തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ പോയപ്പോഴാണ് ഭഗവാൻ തന്റെ ഭഗവത്ഗീതയുടെ ഉപദേശങ്ങളിലൂടെ അർജുനനെ ബോധവൽക്കരിക്കുന്നത്. അർജുനന് എങ്ങനെ തന്റെ കടമകൾ ഭംഗിയായി നിർവഹിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാനായി വന്ന സമയത്ത് അല്ലെ, നമ്മൾ ഇനി അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കും. അപ്പോൾ യുദ്ധഭൂമിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് തൻ്റെ ഗുരുജനങ്ങളെയും പിതാമഹനെയും തനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരെയും കാണുമ്പോഴാണ് ഇവരെയൊക്കെ കൊന്നൊടുക്കാനാണോ താൻ വന്നിരിക്കുന്നത്, താൻ മൂലമാണോ ഇവർ വധിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് അർജുനന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. അപ്പോൾ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനന്റെ കടമ എന്ന് പറയുന്നത് എന്താണ്? യുദ്ധം ചെയ്യലാണ്. അപ്പോൾ ആ യുദ്ധരംഗത്ത് നിന്ന് ഒളിച്ചോടുന്നവൻ അല്ലെങ്കിൽ സ്വന്തം കടമയിൽ നിന്ന് ഒളിച്ചോടുന്നവൻ ഭീരുവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അർജുനനെ ഒരിക്കലും ഭീരുവായിട്ട് ലോകം അറിയണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെ. കാരണം എന്താണ്? അർജുനൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, ഭക്തനാണ്. അങ്ങനെയുള്ള അർജുനന് ഭീരു എന്ന് പറയുന്ന ഒരു പദവി ചാർത്തി കൊടുക്കാനായിട്ട് ഭഗവാൻ തെല്ലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ അർജുനനെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നതാണ് തൻ്റെ ഭഗവത്ഗീത ഉപദേശങ്ങളിലൂടെ. അപ്പോൾ നമുക്ക് അർജുനനെ പോലെ യുദ്ധമൊന്നും നേരിടേണ്ടി വന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലും പല പല സന്ദർഭങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും അല്ലെ. പല പല ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നിറവേറ്റേണ്ടതായിട്ട് വരും. അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായി വരും. അപ്പോൾ അവിടെയെല്ലാം തളർന്നു പോവാതെ നാം മനസംതൃപ്തിയോടെ അല്ലെങ്കിൽ മനോബലത്തോടെ നാം ഇതിനെയെല്ലാം നേരിടണം. അപ്പൊ അതിന് നമ്മളെ പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അല്ലെ, മനുഷ്യ സമുദായത്തിന് നൽകിയ ഒരു മാനുവലാണ് ഭഗവത്ഗീത. ഇപ്പൊ നമ്മൾ മൊബൈൽ വാങ്ങുമ്പോഴൊക്കെ അതിന്റെ കൂടെ ഒരു ചെറിയൊരു പുസ്തകം അവർ വെച്ചിരിക്കും അല്ലെ. അതെന്താണ്? മൊബൈൽ എങ്ങനെ പ്രവർത്തിപ്പിക്കണം അല്ലെ, എത്ര ഭംഗിയായിട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് ഉള്ള വിവരങ്ങളാണ് ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ TV വാങ്ങുമ്പോഴും ഫ്രിഡ്ജ് വാങ്ങുമ്പോഴും എല്ലാം നമുക്ക് ഒരു ബുക്ക്ലെറ്റ് കിട്ടാറുണ്ട്. അപ്പൊ അതിൽ കൂടി എല്ലാം നാം എങ്ങനെ ആ യന്ത്രത്തെ അല്ലെങ്കിൽ ആ ഉപകരണത്തെ ഭംഗിയായിട്ട് പ്രവർത്തിപ്പിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾ ആ ഒരു കുഞ്ഞു പുസ്തകം അതിൻ്റെ കൂടെ വെക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ വായിച്ചു പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് കാലങ്ങളോളം ആ ഉപകരണം പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതേപോലെ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം അല്ലെ, എങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ നല്ല രീതിയിൽ ജീവിക്കാം, എങ്ങനെ ഈ ജീവിതത്തിന്റെ അവസാനം ഭഗവാന്റെ ധാമത്തിലേക്ക് വരാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ആ പുസ്തകത്തിൽ നമുക്കുള്ള മാനുവലായിട്ട് തന്നിരിക്കുന്നത്. അതാണ് ഭഗവത്ഗീത. അപ്പോൾ ആ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് എല്ലാ വിഷമതകളിൽ നിന്നും പുറത്തു കിടക്കാനുള്ള മാർഗങ്ങളുണ്ട് അല്ലേ. 50 കാരണങ്ങൾ ഉണ്ട് ഭഗവത്ഗീത പഠിക്കാൻ എന്ന് പറഞ്ഞ് കുറെ കാരണങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് ഭഗവത്ഗീത പഠിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതില് നമ്മുടെ എല്ലാ അവസ്ഥകൾക്കും ഉള്ള പരിഹാരങ്ങളുണ്ട്, നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരങ്ങളുണ്ട്, നമ്മുടെ ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കും എല്ലാമുള്ള പരിഹാരം ഉള്ള ഒന്നാണ് ഭഗവത്ഗീത. അപ്പോൾ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെ, അതിൽ പൂർണ്ണമായിട്ടും നാം ആസക്തിയിൽ ആയി പോകാതെ അല്ലെങ്കിൽ പെട്ടുപോവാതെ അതിൽ നിന്ന് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കുവാൻ, ആ പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ആകുലതകളില്ലാതെ സമാധാനപരമായിട്ട് പുറത്ത് കടക്കാം എന്നാണ് നമ്മളെ ഈ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലെ, എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ. പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ പുറത്തു കിടക്കാൻ സാധിക്കും?
നമ്മുടെ മനസ്സാണ് നമ്മളെ എല്ലാ പ്രശ്നങ്ങളിലേക്കും വലിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ. ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നുണ്ട്, മനസ്സ് നമ്മുടെ ശത്രുവുമാണ് മിത്രവുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മനസ്സിനെ നാം ശത്രുവായിട്ട് കരുതിയാൽ പിന്നീടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പ്രശ്നങ്ങളായിട്ട് തന്നെ ആ മനസ്സ് നമുക്ക് കൊണ്ടുതരും. നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അല്ലേ, അതിലേക്ക് പോയാൽ നിനക്ക് പ്രശ്നം നേരിടും, അത് അങ്ങനത്തെ പ്രശ്നം തരും, ഇങ്ങനത്തെ പ്രശ്നം തരും എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിട്ട് കുഴപ്പിക്കും. മറിച്ച് മനസ്സ് നമ്മുടെ ബന്ധുവായാലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായാലോ അതേ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സ് നമ്മളോട് പറയുകയും ചെയ്യും. അപ്പോൾ മനുഷ്യന്റെ മനസ്സിനെ ബന്ധുവാക്കാനും ശത്രുവാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു പരിശീലനമാണ് നാം ഈ ഭഗവത്ഗീതയിലൂടെ നേടുന്നത് അല്ലെ. മനത്രായതേ ഇതി മന്ത്ര എന്ന് പറയും. അപ്പോൾ മനത്രായതേ ഇതി മന്ത്ര എന്നാൽ എന്താണ്? മനസ്സിനെ ത്രാണനം ചെയ്യിപ്പിക്കാൻ കഴിവുള്ളതാവണം മന്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ത്രാണനം ചെയ്തു പോവാനായിട്ട് തരുന്ന കഴിവുള്ള ഒന്നാവണം നാം ജപിക്കുന്ന മന്ത്രം എന്നാണ് പറയുന്നത്. അങ്ങനെ നാം ആ കഴിവുള്ള മന്ത്രത്തെ നാം ജപിച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ത്രാണനം ചെയ്യിപ്പിക്കാൻ പറ്റും. എവിടെ നിന്ന്? പ്രശ്നങ്ങളിൽ നിന്ന്. ഇപ്പോൾ പ്രശ്നങ്ങൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ട് അല്ലെ, പക്ഷെ നമ്മുടെ മനസ്സിനെ നമുക്ക് അവിടെ നിന്ന് ഉയർത്താൻ പറ്റും, ത്രാണനം ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അവിടെ ഇരുന്നോട്ടെ അല്ലേ, അത് എന്നെ ബാധിക്കുന്നില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ സമാധാനം അതിവേഗം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം ഈ ഭഗവത്ഗീതയിലൂടെ പഠിക്കുന്നത്. ഇപ്പൊ അർജുനനും ഈ യുദ്ധം ചെയ്യാൻ വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്. അതിലേക്കൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഭഗവാനോട് എന്താണ് പറയുന്നത്? രഥം സ്ഥാപയമേ അച്യുത എന്ന് പറയാണ് അല്ലേ. രണ്ട് സൈന്യങ്ങളും എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ, രഥം കൊണ്ടുപോയിട്ട് നടുവിൽ നിർത്തൂ എന്ന് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്. അത് പ്രകാരം ഭഗവാൻ രഥത്തിനെ കൊണ്ടുപോയിട്ട് നിർത്തുകയാണ്. പക്ഷെ ഭഗവാൻ വളരെ ബുദ്ധിപരമായിട്ട് എവിടെയാണ് ആ രഥം നിർത്തിയത്? ദ്രോണരുടെയും ഭീഷ്മരുടെയും ഒക്കെ മുൻപിൽ കൊണ്ടുവന്ന് ആ രഥം നിർത്തി. അതുകൊണ്ടാണ് അവരെ കാണുമ്പോൾ അർജുനനെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അല്ലെ. ഈ ഗുരുജനങ്ങളെ, എൻ്റെ പിതാമഹനെ ഞാൻ വധിക്കാൻ പോവുകയാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അർജുനനെ പ്രയാസങ്ങൾ നേരിടുന്നത്. മറിച്ച് ഭഗവാൻ ആ രഥത്തെ കൊണ്ടുപോയി സൈന്യത്തിന്റെ മുൻപിലോ അല്ലെങ്കിൽ നടുക്കോ എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിരുന്നെങ്കിൽ അർജുനൻ എന്ത് ചെയ്തേനെ? ഇവരെന്തൊക്കെ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അർജുനൻ വളരെ സന്തോഷത്തോടു കൂടി യുദ്ധം ചെയ്യാനായിട്ട് വന്നേനെ അല്ലേ. പക്ഷേ അപ്പോൾ എന്തു പറ്റും? നമുക്ക് ഭഗവത്ഗീത ലഭിക്കില്ല. അപ്പോൾ അർജുനനെ ദ്രോണാചാര്യരുടെയും ഭീഷ്മാചാര്യരുടെയും മുൻപിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് ഭഗവാന് ഭഗവത്ഗീത ഉപദേശിക്കുവാനുള്ള ഒരു സാഹചര്യം വരുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം അർജുനനിലൂടെ ഭഗവത്ഗീത ലോകം അറിയണമെന്നത് ഭഗവാന്റെ ആവശ്യമായിരുന്നു. തൻ്റെ ഭക്തൻ എന്നെന്നും മഹത്വവൽക്കരിക്കപ്പെടണമെന്ന് ഭഗവാന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അർജുനനിലൂടെ തന്നെ ഭഗവത്ഗീത വരണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ശരശയ്യയില് മരണം കാത്തു കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് ഭഗവാൻ പാണ്ഡവരെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരന് യുദ്ധനീതിയും രാജനീതിയും എല്ലാം ഉപദേശിക്കുന്നത് ആരാണ്? ഭീഷ്മരാണ് അല്ലേ. അപ്പോൾ അവിടെ വ്യാസദേവനുണ്ടായിരുന്നു, ഒരുപാട് മുനിമാരും മഹർഷിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, ഭഗവാൻ തന്നെ ഉണ്ടായിരുന്നു അല്ലെ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഭീഷ്മരിലൂടെ ഈ കാര്യങ്ങളൊക്കെ യുധിഷ്ഠിരൻ അറിയണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചത്? ഭീഷ്മദേവൻ ഭഗവാന്റെ ഏറ്റവും പരിശുദ്ധ ഭക്തനായിരുന്നു അല്ലെ. അപ്പോൾ ഭീഷ്മരുടെ മരണശേഷവും തൻ്റെ ഭക്തൻ മഹത്വവൽക്കരിക്കപ്പെടണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് യുധിഷ്ഠിരനിലേക്ക് രാജനീതിയും യുദ്ധനീതിയും പകർന്നു കൊടുക്കാനായിട്ട് ഭീഷ്മരെ ഭഗവാൻ ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ കൂടിയിരുന്ന മഹാരഥന്മാരായിട്ടുള്ള ഋഷിമാർക്ക് ആർക്ക് വേണമെങ്കിലും രാജനീതിയും യുദ്ധനീതിയും യുധിഷ്ഠിരനെ ഉപദേശിക്കാമായിരുന്നു. പക്ഷെ അത് ഭീഷ്മദേവനിലൂടെ തന്നെ വേണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. അതിൻ പ്രകാരമാണ് ആ ശരശയ്യയിൽ കാത്തുകിടന്നിരുന്ന ഭീഷ്മര് യുധിഷ്ഠിരന് രാജനീതിയും യുദ്ധനീതിയും എല്ലാം ഉപദേശിക്കുന്നത്. അപ്പോൾ അതിൻ പ്രകാരമാണ് പിന്നീട് അങ്ങോട്ട് വളരെ നല്ല രീതിയിൽ യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ രാജ്യം ഭരിച്ചത്.
അപ്പോൾ തൻ്റെ ഭക്തൻ എന്നും മഹത്വവൽക്കരിക്കപ്പെടണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ അർജുനനിലൂടെ ലോകം അറിയണം എന്നത് ഭഗവാന്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അർജുനൻ ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ അല്ലേ ഈ രഥം നടുക്ക് കൊണ്ടുപോയി സ്ഥാപിക്കാനായിട്ട് ഭഗവാനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം ഗാണ്ഡീവം സംസ്കൃതേ ഹസ്താദ് എന്ന് പറഞ്ഞ് ഉള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഗാണ്ഡീവം എല്ലാം കൈകളിൽ നിന്ന് വഴുതി വീണു. പിന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു അല്ലേ, ശരീരം തളരുന്നത് പോലെ തോന്നി, തല ചുറ്റുന്നത് പോലെ തോന്നി എന്നൊക്കെ അർജുനനെ പറ്റിയിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട് 1-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ. അപ്പോൾ അത്തരം വിഷമതകളൊക്കെ നേരിട്ടിട്ട് അർജുനൻ ഇങ്ങനെ ഭഗവാനോട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞ് അല്ലേ ഇനി തൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ തനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് വരുന്ന സ്ഥലത്താണ് അർജുനൻ ഭഗവാന് ശരണാഗതി പ്രാപിക്കുന്നത് അല്ലേ. അവിടെ മുതലാണ് ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നത്. എന്താ അർജുനൻ പറയുന്നത്? കാർപ്പണ്യ ദോഷോ ബഹദ സ്വഭാവ പൃച്ഛാമിത്വം ധർമ്മ സമൂഢചേത യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം ത്വം പ്രപന്നം എന്നാണ് അർജുനൻ പറയുന്നത് അല്ലേ. കാർപ്പണ്യ ദോഷോ ബഹദ സ്വഭാവ, ഭഗവാനെ എനിക്ക് ഒന്നും തന്നെ അറിയില്ല അല്ലേ, എനിക്ക് എൻ്റെ ബുദ്ധി ശരിയായി നിൽക്കുന്നില്ല, എനിക്ക് ശരിയായി ചിന്തിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ലത് എന്താണ് എന്ന് പറഞ്ഞു തരൂ, ഞാനിപ്പോൾ അങ്ങയെ അഭയം പ്രാപിച്ച ശിഷ്യനാണ് എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ അർജുനൻ തനിക്ക് ശിഷ്യപ്പെടുമ്പോൾ, തന്നെ ഗുരുവായിട്ട് അംഗീകരിക്കുമ്പോഴാണ് ഭഗവാൻ ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിഷമിച്ച അർജുനൻ അല്ലേ, തനിക്ക് കൺഫ്യൂഷനാണ്, ആകുലതകളാണ്, ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാനോട് ശരണാഗതി പ്രാപിച്ച് ഭഗവാൻ തൻ്റെ ഉപദേശങ്ങളൊക്കെ ആരംഭിച്ച് 18-ാമത്തെ അധ്യായത്തിന്റെ അവസാനം എത്തുമ്പോൾ അർജുനൻ എന്താണ് പറയുന്നത്? നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ്വാ ത്വത്പ്രസാദാൻ മയാച്യുത സ്ഥിതോ അസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ അല്ലേ. അർജുനൻ എന്താ പറയുന്നത്? നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ്വാ, എനിക്കിപ്പോ ഒന്നുമില്ല അല്ലേ, എനിക്കിപ്പോ ഒരു പ്രശ്നങ്ങളുമില്ല, എനിക്ക് അങ്ങയുടെ കരുണ കൊണ്ട് എനിക്കിപ്പോ ബുദ്ധി തിരിച്ചു കിട്ടി. ത്വത്പ്രസാദാൻ മയ അച്യുത, എനിക്കിപ്പോ അങ്ങയുടെ കരുണ കൊണ്ട് എൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടി. എനിക്കിപ്പോ നഷ്ടമോഹങ്ങളും സ്വാർത്ഥമോഹങ്ങളും ഒന്നും തന്നെയില്ല, എൻ്റെ വ്യാമോഹമെല്ലാം തീർന്നു. ഇപ്പോൾ ഞാൻ ദൃഢനാണ്, സംശയരഹിതനാണ്, അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ്. കരിഷ്യേ വചനം തവ, ഇനി അങ്ങ് പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന് അല്ലെ ജീവിതം ഇവിടെ തീർന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ അർജുനനെ പറയാൻ പ്രാപ്തനാക്കുന്നതാണ് ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അർജുനനിലൂടെ ഭഗവത്ഗീത നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വരുന്ന മാനവ ജനതയ്ക്ക് ഭഗവത്ഗീത പോലെയുള്ള ഒരു മാനുവൽ വേണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് അത് അർജുനനിലൂടെ ലോകം കാണുന്നത് അല്ലെ. അപ്പോൾ അർജുനനെ പോലെ സംശയങ്ങളൊന്നുമില്ലാതെ സധൈര്യം ജീവിതത്തെ നേരിടുവാൻ നമുക്കും പ്രാപ്തി കൈവരിക്കാനായിട്ട് ഈ ഭഗവത്ഗീത പഠനം കൊണ്ട് സാധിക്കും. അപ്പോൾ അതാണ് നാം ഈ ഒരു 18 അധ്യായങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നേടാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധർമ്മക്ഷേത്രത്തില്, ഈ കുരുക്ഷേത്രത്തില് യുദ്ധോത്സുകരായിട്ട് വന്നിരിക്കുന്ന എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ആ ധൃതരാഷ്ട്രരുടെ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്കറിയാം അല്ലെ, ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും മക്കള്. പക്ഷേ ധൃതരാഷ്ട്രരുടെ സ്വന്തം മക്കള് മാത്രം ഉന്നതിയിൽ എത്തണം എന്നുള്ള ആ ഒരു സ്വാർത്ഥ ചിന്ത മൂലമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അല്ലെ. ഭഗവാൻ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങളൊക്കെ ചെയ്തു. ഭഗവാൻ കൗരവ സഭയിൽ ദൂതുപോയ കഥകളൊക്കെ നമുക്ക് അറിവുള്ളതാണ്. പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. അവസാനം നിലയിലാണ് യുദ്ധത്തിലേക്ക് വരുന്നത്. അത് പൂർണ്ണമായിട്ടും ധൃതരാഷ്ട്രരുടെ സ്വാർത്ഥ മോഹങ്ങൾ മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അവരെ കൂടി അല്ലെ, പാണ്ഡവരെ കൂടി തങ്ങളുടെ ഒപ്പം ചേർത്തിരുന്നെങ്കിൽ ഈ യുദ്ധം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ധൃതരാഷ്ട്രർ ജന്മന അന്ധനാണ് അല്ലെ, ആ അന്ധത അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലും അവബോധത്തിലും എല്ലാം കാണുവാൻ സാധിച്ചു എന്നാണ് പ്രഭുപാദ പറയുന്നത്. അന്ധമായിട്ടുള്ള പുത്രസ്നേഹം കൊണ്ടാണ് ഈ കാര്യങ്ങളിലേക്കെല്ലാം വഴിവെച്ചത്. അപ്പോൾ ഇവിടെ
ഈ ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്തിനാണ് ഭഗവാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഭഗവാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. കാരണം നാം കൃഷിഭൂമിയിൽ അല്ലെ കൃഷി നടത്തുമ്പോൾ നാം അനാവശ്യമായിട്ടുള്ള കളകളെ എല്ലാം പിഴുത് കളയാറുണ്ട്. അപ്പൊ അതേപോലെ ഭൂമിയിലെ അനാവശ്യമായിട്ടുള്ള കളകളാണ് ഈ ദുര്യോധനാദികൾ. അപ്പൊ അവരെ പിഴുതു മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഭൂമി ദേവിയുടെ ഭാരം ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്തരം ഒരു ഒരു യുദ്ധത്തിനുള്ള സന്നാഹം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പാണ്ഡവരിലൂടെ ധർമ്മം ജയിക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. യുധിഷ്ഠിരനെ പോലെയുള്ള ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവ് രാജ്യം ഭരിക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ കുരുക്ഷേത്ര യുദ്ധം ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഈ യുദ്ധം നടക്കുന്നത് അല്ലെ ധർമ്മക്ഷേത്രത്തിലാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം നോക്കാം. സഞ്ജയ ഉവാച ദൃഷ്ടാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. വിവർത്തനം. അല്ലയോ സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജരാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുൻപിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സഞ്ജയൻ ദുര്യോധനനെ രാജാവ് എന്നാണ് സംബോധന ചെയ്യുന്നത് അല്ലെ. ദുര്യോധനൻ രാജാവല്ല, ദുര്യോധനന്റെ അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രനാണ് രാജാവ്. പക്ഷെ എന്തുകൊണ്ടാണ് സഞ്ജയൻ ഇവിടെ ദുര്യോധനനെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? കാരണം രാജനീതി നല്ലവണ്ണം വശത്താക്കിയ ആളായിരുന്നു ദുര്യോധനൻ. ദുര്യോധനനെ പോലെ രാജനീതി അറിയാവുന്നവര് വളരെ ചുരുക്കമായിരുന്നു. അതുകൊണ്ടാണ് ദുര്യോധനനെ രാജാവ് എന്ന് തന്നെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ദുര്യോധനൻ ഇവിടെ ആചാര്യന്റെ മുൻപിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലെ. ആരാണ് ആചാര്യൻ? ദ്രോണാചാര്യര്. ദ്രോണാചാര്യരുടെ മുമ്പിൽ ചെന്നിട്ട് ദുര്യോധനൻ എന്തിനാണ് സംസാരിക്കുന്നത്? കാരണം ഇനിയുള്ളത് ആരാണ്? ഭീഷ്മരാണ് അല്ലെ. ഇപ്പൊ ഭീഷ്മൻ ക്ഷത്രിയനാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു സാമൂഹ്യ നീതിയിൽ അനുസരിച്ചിട്ട് ഏറ്റവും ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ആരാണ്? ബ്രാഹ്മണര് അല്ലെ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണരായിട്ടുള്ള ദ്രോണാചാര്യന്റെ അടുത്ത് ചെന്നിട്ട് ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ബ്രാഹ്മണരെ ആദ്യമേ തന്നെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ സൂചന തരാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ മുമ്പിൽ ചെന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത് അല്ലെ. തൊട്ടപ്പുറത്ത് ഭീഷ്മാചാര്യരുടെ നിൽപ്പുണ്ട്. പക്ഷെ എന്നിട്ടും ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ദുര്യോധനൻ പോയത് ഇതുകൊണ്ടാണ്. ബ്രാഹ്മണരെ ബഹുമാനിക്കണം, ബ്രാഹ്മണരെ അംഗീകരിക്കണം അല്ലെ. അതിനാണ് ദുര്യോധനൻ ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇതിലൂടെ എല്ലാം രാജനീതി നല്ലവണ്ണം വശത്താക്കിയ ആളാണ് ദുര്യോധനൻ എന്ന് പറയാതെ പറയാണ് ഈ ശ്ലോകങ്ങളിലൂടെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കാണുമ്പോൾ ദുര്യോധനന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അല്ലേ. ഇവരുടെ സൈന്യത്തിന് മുൻപിൽ തൻ്റെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാകുമോ എന്നൊക്കെയുള്ള ആ ഒരു ഭയം ദുര്യോധനനെ കീഴടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ മുൻപിലേക്ക് സംസാരിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ തീർത്ഥസ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഈ ധർമ്മക്ഷേത്രത്തിന്റെ സ്വാധീനം ഒരിക്കലും ദുര്യോധനനെ സ്വാധീനിച്ചിട്ടില്ല എന്നും ദുര്യോധനാദികൾ യാതൊരു ഒത്തുതീർപ്പിനും വന്നിട്ടില്ല എന്നും ധൃതരാഷ്ട്രരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സഞ്ജയൻ ആചാര്യന്റെ മുൻപിൽ ചെന്ന് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ധൃതരാഷ്ട്രരെ അറിയിക്കുന്നത്. കാരണം ധൃതരാഷ്ട്രർക്ക് വല്ലാത്ത ഭയമുണ്ട് അല്ലെ, ഒത്തുതീർപ്പിന് ശ്രമിച്ചാലോ എന്ന്. അപ്പോൾ അതിനെ പാടെ പിഴുതുകളയാണ് സഞ്ജയൻ. കാര്യം ഇവിടെ ഒരു ഒത്തുതീർപ്പുണ്ടായിട്ട് യുദ്ധം വേണ്ട എന്ന് വെക്കുമോ, അങ്ങനെയാണെങ്കിൽ തൻ്റെ മക്കൾ രക്ഷപ്പെടുമല്ലോ എന്നൊക്കെയുള്ള ഒരു ആശ്വാസം ധൃതരാഷ്ട്രക്കുണ്ട്. അപ്പൊ അങ്ങനെ ആശ്വസിക്കണ്ട എന്ന് സഞ്ജയൻ ഇങ്ങനെ പറയാതെ പറയാണ്. ദുര്യോധനൻ ആചാര്യന്റെ മുൻപിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിലൂടെ. അപ്പോ രാജാവാണെങ്കിൽ കൂടി ദ്രോണാചാര്യരെ ചെന്ന് കാണേണ്ട ഒരു അവസ്ഥ വരികയാണ് ദുര്യോധനന് അല്ലെ. കാരണം ഈ സൈന്യത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ദ്രോണാചാര്യരാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല അവരുടെ കുലഗുരുവാണ്.
അപ്പോൾ അതുകൊണ്ട് ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യരുടെ മുൻപാകെ ചെല്ലേണ്ട ഒരു ഗതികേട് കൂടി ദുര്യോധനൻ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ധൃതരാഷ്ട്രരെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് സഞ്ജയൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ 1ഉം 2ഉം ശ്ലോകങ്ങളും പിന്നെ ഭഗവത്ഗീതയുടെ ഭഗവത്ഗീത പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയും ഒക്കെയാണ് ഇന്ന് ചർച്ച ചെയ്തത്. ബാക്കിയുള്ള ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കേൾക്കാനായിട്ട് വരുന്നത് കൊണ്ടാണ് എനിക്ക് ഭഗവാനെ കുറിച്ചിട്ട് സംസാരിക്കാനും ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ ആ ഒരു സ്മരണയിൽ ഇന്നത്തെ ദിവസം കഴിച്ചുകൂട്ടാനും ഒക്കെ സാധിക്കുന്നത്. അതിന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.